ഡിപ്രഷൻ ആയാലും ആങ്സൈറ്റി ആയാലും ഒക്കെ അതിന് പല സ്റ്റേജുകളുണ്ട്. ഏത് അസുഖത്തിനായാലും അതിനൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, അടുത്ത സ്റ്റേജ്, അതുപോലെ ഇതിന് ന്യൂറോട്ടിക് ആയിട്ടുള്ള സ്റ്റേജ്, അങ്ങനെ പല സ്റ്റേജുകളുണ്ട്. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്കതിൽ ഒരുപാട് കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴേക്കും അത് അടുത്ത സ്റ്റേജിലേക്ക് കടന്നിരിക്കും. അപ്പോൾ അതല്ല സംതിങ് ഇസ് ഹാപ്പണിങ് റോങ് വിത്ത് മീ എന്ന് നമ്മൾ തുടക്കത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യലാണ് അതിൽ പ്രധാനം ഒരു പോയിന്റ്. ഇപ്പോൾ ഒരു വ്യക്തിയോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചാൽ തന്നെ നമുക്ക് ആശ്വാസമാണ്. പക്ഷെ അങ്ങനെ ഒരു നല്ലൊരു ലിസണറിനെ കിട്ടാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര വിഷമമാണ്. കുറച്ചൊക്കെ കുശുമ്പ് ഒക്കെ ആണെങ്കിലും നമുക്ക് തുറന്ന് പറയാൻ, നമ്മളുടെ വികാരങ്ങളൊന്ന് പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റിയിരുന്നു. അതുപോലെ കുട്ടികളിൽ പോലും അതൊരു പ്രശ്നമായിട്ട് വരികയാണ്. ഡിപ്രഷനൊക്കെ ഇപ്പോൾ നോർമൽ വേർഡായിട്ട് മാറിയിട്ടുണ്ട് ആളുകളുടെ മാറിയിട്ടുണ്ട്. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം. ഇതിനെല്ലാം കൃത്യമായിട്ടൊരു പ്രതിവിധി ഉണ്ടോ? ശരിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ യോഗ പോലെ പ്രസിദ്ധമായ വേർഡാണ് സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ. കുട്ടികളിൽ പോലും അതൊരു പ്രശ്നമായിട്ട് വരികയാണ്. ഡിപ്രഷനൊക്കെ ഇപ്പോൾ നോർമൽ വേർഡായിട്ട് മാറിയിട്ടുണ്ട് ആളുകളുടെ മാറിയിട്ടുണ്ട്. അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും ഓരോ കാരണമായിരിക്കാം. അത് മേ ബി അത് ജനറ്റിക്കലായിരിക്കാം, പാരൻസിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൽ നിന്നും ഒരു ഹെറിഡിറ്ററി പോലെ ഒരു ചെറിയൊരു വേരിയൻ്റ് ഇങ്ങോട്ട് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലേ, നമുക്കൊരു കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ വരുന്നതായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും വരാം. അല്ലെങ്കിൽ ഒരു ഷോക്ക് പോലെ വരുന്നതായിരിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനൊരു റിസൾട്ട് എന്നുള്ള രീതിയിൽ വരുന്നതായിരിക്കാം. എങ്കിലും ആങ്സൈറ്റിയും ഡിപ്രഷനും അല്ലെങ്കിൽ സ്ട്രെസ്സും ഇതൊന്നും മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ഭംഗിയാവില്ല. എനിക്ക് തോന്നുന്നു ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതലും, അതും ഇരുന്ന് ഒരു സ്ഥലത്ത് ഒറ്റ റൂമിൽ ഒതുങ്ങി കൂടുന്ന ആളുകളാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് കൂടുതലും സ്ട്രെസ് വരുന്നത് പലപ്പോഴും. അങ്ങനെ മാത്രമാവണമെന്നില്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടുമുണ്ട്. എങ്കിലും ഒരു മെയിൻ കാര്യം അത് തന്നെയാണ്. ഒരു വേറെ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തിയോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചാൽ തന്നെ നമുക്ക് ആശ്വാസമാണ്. പക്ഷെ അങ്ങനെ ഒരു നല്ലൊരു ലിസണറിനെ കിട്ടാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര വിഷമമാണ്. നമുക്ക് വിശ്വാസ്യതയോടുകൂടി പറയാൻ പറ്റിയ ഒരു ലിസണർ അല്ലെങ്കിൽ കേട്ടിരിക്കാൻ സമയമുള്ള ഒരു ലിസണർ ഇന്നത്തെ കാലത്ത് വളരെയധികം കുറവാണ്. അപ്പം അതും ഒരു വലിയ പ്രശ്നമാണ്. പണ്ടാണെങ്കിൽ നമ്മൾ സ്ത്രീകളാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ കുറച്ചൊക്കെ കുശുമ്പ് ഒക്കെ ആണെങ്കിലും നമുക്ക് തുറന്ന് പറയാൻ, നമ്മളുടെ വികാരങ്ങളൊന്ന് പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റിയിരുന്നു. അതുപോലെ പുരുഷന്മാരാണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഒരു കവലിൽ കൂടി നിന്ന് സംസാരിക്കുന്നത് കുറച്ച് ഒരു 5 മിനിറ്റ് ആണെങ്കിലും അതൊരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് പിരിയുന്നത് ഒരു പ്രതീക്ഷയാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇന്ന് അതിനുള്ള സമയമൊക്കെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒതുങ്ങുകയാണ്. ഇതിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അത്ര ഹാപ്പി ആയിട്ടുള്ളതല്ല. അതേസമയം കോമഡി ആയിട്ടൊക്കെ കാണുന്നത് നന്നായിരിക്കും, എങ്കിലും അതിനേക്കാളും കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ആയി പോകുന്നതും നമുക്ക് അത്ര സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല. വീണ്ടും നമ്മൾ സങ്കുചിത മനസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ തീർച്ചയായും ഇത് നമ്മൾ ചുറ്റുപാട് നടക്കുന്ന ഒന്നും നമുക്ക് സപ്പോർട്ടീവ് അല്ല. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ എല്ലാം നമ്മളെ അതേ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളൊരു സാഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന വീഡിയോസും സാഡായിരിക്കും, അതിന് സപ്പോർട്ടീവ് ആയിട്ടാണ് വരിക. ചിലപ്പോൾ ഒരാൾ ഇപ്പൊ എന്റെ മൂഡ് ശരിയല്ല, എനിക്ക് സ്റ്റാറ്റസ് ഇടണം, ആ സ്റ്റാറ്റസിന് വേണ്ടുന്ന സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ തപ്പി മുഴുവൻ ഇതായിരിക്കും അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാഡാവുന്ന കുറെ പേരുണ്ട്. ഒരിക്കലും ആ ഒരു പ്രവണതേനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യണില്ല. നമ്മളുടെ ഇങ്ങനെ ഓപ്പണായിട്ട് എല്ലാവരെയും നമ്മുടെ വിഷമങ്ങളും അല്ലെങ്കിൽ ഇത് കാണിക്കാനുള്ളതല്ല സോഷ്യൽ മീഡിയ. നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് വീണ്ടും അതിനുള്ള ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട്, അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കൂടി നമ്മൾ ചെയ്യുന്നത് അത്ര നല്ലതല്ല. പലപ്പോഴും നമ്മൾ ഇന്ന് പല ആളുകളുടെയും വിഷമങ്ങൾ കണ്ടെത്തുന്ന ഇങ്ങനെ ആയിരിക്കും, ഇന്ന സ്റ്റാറ്റസ് ഡിപ്രഷനില്ല അല്ലെങ്കിൽ എന്തോ വിഷമമുണ്ട്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പല ആളുകളുടെയും വിഷമങ്ങൾ ഇപ്പം തിരിച്ചറിയുന്നത്. എല്ലാം സോഷ്യൽ മീഡിയ യുഗം ആയതുകൊണ്ടായിരിക്കും. അതെ. അപ്പോൾ നമുക്ക് ഈ ഡിപ്രഷൻ ആയാലും ആങ്സൈറ്റി ആയാലും ഒക്കെ അതിന് പല സ്റ്റേജുകളുണ്ട്. ഏത് അസുഖത്തിനായാലും അതിനൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, അടുത്ത സ്റ്റേജ്, അതുപോലെ ഇതിന് ന്യൂറോട്ടിക് ആയിട്ടുള്ള സ്റ്റേജ്, അങ്ങനെ പല സ്റ്റേജുകളുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്കതിൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ആദ്യം എനിക്ക് ആങ്സൈറ്റി ഉണ്ട് എന്നുള്ള ബോധ്യം വരണം, അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ചിലവരെന്ത് ചെയ്യുന്നോ, എനിക്ക് സ്ട്രെസ് ഇല്ല, എനിക്ക് ആങ്സൈറ്റി, അത് നിന്റെ കുഴപ്പമാണ് എന്നവിടെ വാദിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും.
അവർക്ക് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരത് അസുഖമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴേക്കും അത് അടുത്ത സ്റ്റേജിലേക്ക് കടന്നിരിക്കും. അപ്പോൾ അതല്ല, സംതിങ് ഇസ് ഹാപ്പണിങ് റോങ് വിത്ത് മീ എന്ന് നമ്മൾ തുടക്കത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യലാണ് അതിൽ പ്രധാനം ഒരു പോയിന്റ്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എല്ലാവരും ഇങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ, എന്തോ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമിലൂടെ മുന്നോട്ട് പോവാം. നല്ല ഡയറ്റ് പ്ലാൻ ചെയ്യുക. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ കുറച്ച് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ധാരാളം കിട്ടുന്ന ഫുഡിലേക്ക് നമ്മൾ തിരിച്ചു വരിക. നമ്മളുടെ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. നെഗറ്റീവ് തോട്ട്സ് ഉള്ളവരുടെയും നെഗറ്റീവ് വാക്ക് പറയുന്നവരുടെയും കൂട്ട് മാക്സിമം ഒഴിവാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് തീർച്ചയായും കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും വീണ്ടും നമുക്ക് ആങ്സൈറ്റിയാണ്, ഡിപ്രഷനാണ്, അല്ലെങ്കിൽ OCD പോലെയുള്ള റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരികയാണെങ്കിൽ ഇറ്റ്സ് എ ഡിസീസ്, ഇതൊരു അസുഖമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ രക്ഷപ്പെട്ടു. നമ്മൾ ട്രീറ്റ് ചെയ്യണം, മെഡിസിൻ കഴിക്കാൻ അതിലൊരു മടിയും വിചാരിക്കരുത്. അല്ലാതെ ഇത് വേഴ്സാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫാമിലി, അപ്പോൾ വീണ്ടും പ്രശ്നങ്ങളുടെ പല പ്രശ്നങ്ങളുടെ കുരുക്ക് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മെഡിസിൻ എടുത്ത് അതിനെ ഒന്ന് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യാം, ബാക്കിയുള്ള ഞാൻ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ കൊണ്ടുപോയാൽ പതുക്കെ നമുക്ക് മെഡിസിൻ ടേപ്പർ ചെയ്യാൻ പറ്റും. വളരെ ചെറിയ ഡോസ് കൊണ്ടുവന്ന് പതുക്കെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നമ്മളുടെ ഈ യോഗ പോലെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല ഞാൻ മെഡിസിൻ കഴിക്കില്ല, അത് ശരീരത്തിൽ ദോഷമാണ്, അങ്ങനെ പറഞ്ഞ് കുറേ പേര് മുന്നോട്ട് പോകുന്നത് അത്ര ഹെൽത്തി ഹാബിറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമുള്ള സ്റ്റേജിൽ മെഡിസിൻ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന യോഗയുടെ ആസനാസ് ഏതൊക്കെയാണ്? നമുക്ക് എല്ലാ യോഗാസനാസും നല്ല തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു യോഗാസനാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പവർ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെയാണ്, എങ്കിലും അത് മൈൻഡിന് അത്ര നല്ലതല്ല. നമ്മൾ സ്ലോ ആയിട്ട് ആസനാസ് ചെയ്യണം. ഏത് യോഗാസനാസ് ആണെങ്കിലും അതിൽ ബ്രീത്തിങ് ശ്രദ്ധിക്കണം. അതായത് ഇൻഹേലേഷൻ, ഹോൾഡിങ് ആൻഡ് എക്സലേഷനോട് കൂടി എത്ര സ്ലോ ആയിട്ട് നമുക്ക് യോഗാസനാസ് ചെയ്യാൻ പറ്റുന്നു അത്രയും സ്ലോ ആയിട്ട് യോഗാസനാസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രാണായാമിലേക്ക് കിടക്കുക. അതിൽ നമുക്ക് ഭ്രമരി പ്രാണായാമം നല്ലതാണ്, നാഡീശോധൻ പ്രാണായാമം നല്ലതാണ്, അതുപോലെ ഓം ചാൻഡിങ് നല്ലതാണ്. ഇതൊക്കെ എണ്ണം കൂടുതലല്ല, പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എണ്ണം കൂടുതലല്ല. പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ ചെയ്യേണ്ടത് സ്ലോ ആയിട്ട്, നമുക്കിത് ഒരു തവണ ചെയ്താലും കുഴപ്പമില്ല, സ്ലോ പേസ് മെയിൻറ്റെയിൻ ചെയ്യാം. അതിനുശേഷം മെഡിറ്റേഷനിലേക്ക് കിടക്കാം. മെഡിറ്റേഷൻ നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു വോയിസ് കേട്ടുകൊണ്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാം. അതൊന്നും ഇഷ്ടമല്ല, അതിലൊന്നും മ്യൂസിക് മാത്രം കേട്ടുകൊണ്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാം. ശവാസനത്തിൽ കിടന്നുകൊണ്ട്, ശവാസനം പറഞ്ഞാൽ മലർന്ന് കിടന്നിട്ടുള്ള ആ ഒരു പൊസിഷനിൽ കിടന്നുകൊണ്ട് നമുക്ക് സിമ്പിളി ഏതെങ്കിലും ലൈറ്റ് മ്യൂസിക് കേട്ട്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് കേട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാം. ഈ ഒരു കാര്യങ്ങൾ ഇപ്പം തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ മുന്നിലുണ്ട്. അതായത് 10 മിനിറ്റ് മെഡിറ്റേഷൻ, 15 മിനിറ്റ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എല്ലാം അല്ലെങ്കിൽ ആ വോയിസുകളെല്ലാം നമുക്ക് ഏത് സമയത്തും കേൾക്കാമോ? ഏത് സമയത്തും കേൾക്കാം. ഏറ്റവും കൂടുതൽ നേരം ആ മെഡിറ്റേഷൻ ധ്യാനത്തിൻ്റെ ആ സമയം കൂട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ അത്രയൊന്നും ആദ്യത്തെ സ്റ്റേജിലൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു നമ്മുടെ പ്രശ്നമാണെന്ന് വിചാരിക്കേണ്ട, അത് ആർക്കും കഴിയില്ല. നമ്മളൊരു മിനിമം ഒരു 5 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് കൂട്ടി കൊണ്ടുവന്നാൽ മതി. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ റിലാക്സ് ചെയ്തിട്ട് കിടക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ ഏകദേശം ഓക്കെ ആയി എന്നർത്ഥം.